ഏവർക്കും സ്വാഗതം, നമസ്കാരം, വെൽക്കം. വളരെ ബഹുമാനത്തോടും ഹൃദയം കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തോടും കൂടെയാണ്, നന്ദിയോടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരോടാണ് എനിക്കിപ്പോൾ ഈ അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, വിഷ്ണു വാസുദേവൻ എന്നു പേരുള്ള ഒരു യുവ അധ്യാപകനോടാണ്, ശാസ്ത്രജ്ഞനോടാണ്. എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം ബഹുമാനവും സ്നേഹവും വാത്സല്യവും അനുഭവിക്കുകയും അത് പ്രകടിപ്പിക്കുന്നതെൻ്റെ കടമയാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുവാൻ അദ്ദേഹത്തിൻ്റേതായ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ഒരു സുഹൃത്തായ അയൽവാസിയും കൂടെയായ കോശി പെടുത്തിയ വീഡിയോയുടെ ചില അംശങ്ങൾ മാത്രം പങ്കിട്ടുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ സാന്ദർഭികമായ വ്യക്തതയുണ്ടാകുമെന്നതുകൊണ്ട് ഞാൻ മുഖവരി ഒന്നുമില്ലാതെ ആ വീഡിയോയുടെ ചില അംശങ്ങൾ, ഏതാണ്ട് 21 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോയുടെ കൂടിപ്പോയാൽ ആകെ 3-3.5 മിനിറ്റ് മാത്രമേ നിങ്ങളുമായി ഈ വീഡിയോയിൽ പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ, അതായത് വിഷ്ണു വാസുദേവൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ ഒന്നല്ല പലതവണ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം. ോടൊപ്പം ജീവിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒരുപാട് ആളുകളോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും ഒരു ഉത്തരവും എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. ഉത്തരം പറഞ്ഞു തരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളതിൽ നല്ലൊരു ശതമാനം ആളുകളും അവിശ്വാസികളായി മാറിയിട്ടുണ്ട്. ചിലരൊക്കെ വളരെ ബ്ലൈൻഡ് ആയിട്ടുള്ള വിശ്വാസികളായിരുന്നു. അവർ ഒരു ആവറേജ് വിശ്വാസികളായിട്ട് മാറി. ഒരു സാധാരണഗതിയിലുള്ള ഒരു വിശ്വാസി അവിശ്വാസിയായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം എൻ്റെ വൈഫ് തന്നെയാണ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് അവൾ ഒരു കൃഷ്ണ വിഗ്രഹവുമായിട്ടൊക്കെയാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. അവളെ അവിശ്വാസിയാക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ എന്നോട് എന്തുകൊണ്ടാണ് ഞാനൊരു അവിശ്വാസിയായെന്ന് ചോദിച്ചു. അപ്പം അതിന് എനിക്ക് സ്വാഭാവികമായിട്ടും പറയാനുണ്ടായിരുന്നത് ഈ ചോദ്യമാണ്. ആർക്കും ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരു ചോദ്യം. ഈ ചോദ്യം ശരിക്കും അവളെ വേട്ടയാടിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അവൾ പതിയെ അവിശ്വാസിയായി മാറി തുടങ്ങിയത്. ഇപ്പോൾ പൂർണ്ണമായിട്ടും അവിശ്വാസിയാണ്. ഈ ചോദ്യത്തിന് ഇനിയും അതിൻ്റെ കുറച്ചുകൂടെ മുൻപോട്ട് പോയിട്ട് ഉള്ളതിന് ശിക്ഷ ദൈവം നടപ്പിലാക്കുകയല്ലേ അപ്പോൾ ചെയ്യുന്നത്? ദൈവം കൊടുത്ത ശിക്ഷയല്ലേ അത്? ദൈവം ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ? അപ്പോൾ ഇവിടെ അദ്ദേഹം പ്രതിപാദിക്കുന്ന വിഷയം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈശ്വരബോധം അല്ലെങ്കിൽ ദൈവവിശ്വാസം തുടച്ചു മാറ്റിയ ലോക യാഥാർത്ഥ്യം. ഈ ലോകത്തിൽ അനേകം ശിശുക്കൾ ലൈംഗിക പീഡനത്തിന് വിധേയരാകുന്നു. ഇത് എന്തുകൊണ്ടാണ് സർവശക്തനായ ദൈവം, അല്ലെങ്കിൽ സർവശക്തനെന്ന് നമ്മെ ധരിപ്പിച്ചിരിക്കുന്ന, കാരുണ്യവാൻ എന്ന് നാം വിശ്വസിക്കുന്ന, നന്മകൾ മാത്രം പ്രവർത്തിക്കുന്ന ദൈവം കണ്ടിട്ട് കണ്ണുമടച്ച് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഈ ലോകത്തിൽ മുറ്റിവരുന്ന അനീതിയും അധർമ്മവും കണ്ടിട്ട് ഒരു വിധത്തിലും പ്രതികരിക്കാത്ത ദൈവം നമ്മുടെ ആരാധനയ്ക്ക് അർഹനാണോ എന്നതാണ് വിഷ്ണു വാസുദേവ് ഈ വീഡിയോയിൽ ഉയർത്തുന്ന ഏറ്റവും കാതലായ ചോദ്യം. അതിൻ്റെ ചില അംശങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ദൈവമല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്ലൻ? ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള വാദഗതി, ദൈവം ആ ദുഷ്ടനെ പനയോളം വളർത്തും, അതിനുശേഷം അയാളെ ക്രൂരമായി നശിപ്പിക്കുമെന്നാണ്. അയാളെ എത്ര ക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമാക്കിയാലും ആ കുട്ടി അനുഭവിച്ച ആ വേദനയ്ക്ക് അതൊരു ഉത്തരമാണോ? ഒരിക്കലുമല്ല.
എത്രമാത്രം ക്രൂരമായി ശിക്ഷിച്ചാലും ആ കുട്ടി അനുഭവിച്ചതിനുള്ള ഒരു ഉത്തരമായിട്ട് അല്ലെങ്കിൽ ഒരു ന്യായമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത് തടയാൻ സാധിക്കുമായിരുന്നു ദൈവത്തിന്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ശിക്ഷ കിട്ടേണ്ടത് ദൈവത്തിനാണ്. ആ കുറ്റം ചെയ്ത വ്യക്തിയേക്കാൾ വലിയ ശിക്ഷ ദൈവത്തിന് കിട്ടിയിരിക്കണം. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമല്ല. ദൈവമുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ ദൈവമുണ്ടെങ്കിൽ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആരാധിക്കേണ്ട ആവശ്യം എന്താണ്? ആ വ്യക്തിയെ നമ്മൾ പാടി പുകഴ്ത്തേണ്ട ആവശ്യം എന്താണ്? ആ വ്യക്തി ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതാണ് വിഷ്ണു അവതരിപ്പിക്കുന്ന പ്രശ്നം. എന്ന് മാത്രമല്ല, ഈ വീഡിയോ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അദ്ദേഹം നടത്തുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു അഭ്യർത്ഥനയുണ്ട്. അത് മറ്റൊന്നുമല്ല, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഞാനൊരു കാലത്ത് വിശ്വാസിയായിരുന്നു. ഇപ്പോൾ വിശ്വാസം പാടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ ഈ ഒരവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എൻ്റെ ഞാൻ പ്രാപിച്ചിരിക്കുന്ന ധാരണ തെറ്റായിരിക്കാൻ സാധ്യതയുള്ളൂ. നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക എന്ന ഒരു ഹൃദയസ്പർശിയായ, ആത്മീയമായി പറഞ്ഞാൽ അതിമനോഹരമായ, വിലയേറിയ ഒരു അഭ്യർത്ഥന കൂടെ ഉള്ളത് എന്നെ നന്നേ സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമായും ഞാൻ ഈ പ്രതികരണത്തിന് വേണ്ടി മുതിരുന്നത്. ഇതിനുവേണ്ടി വഴിയൊരുക്കിയ എൻ്റെ സുഹൃത്തായ കോശിയോടുള്ള സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഞാൻ ഈ വിഷയത്തോട് പ്രതികരിക്കട്ടെ. ഞാൻ സാധാരണ ചെയ്യുന്ന പതിവിൽ നിന്ന് അല്പം വ്യത്യസ്തമായ നോട്ട്സ് എഴുതിക്കൊണ്ടാണ് ഞാൻ ഇതിനോട് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്യുമ്പോൾ കൈവിട്ടു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നോട്ട്സ് ഉപയോഗിക്കാനായിട്ട് അവസാനം മനസ്സോടെ തീരുമാനിച്ചത്. ഈ നോട്ട്സ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം, നമ്മുടെ മനസ്സ് ചിന്തിക്കുമ്പോൾ അതിൽ കൂടെ സ്വതന്ത്രമായി കടന്നു വരുന്ന ചിന്തകൾക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യം, സ്പോണ്ടേനിറ്റി എന്നൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, സ്പോണ്ടേനിയസ് തോട്ട്, അതിൻ്റേതായ ഒരു ഊർജവും ആധികാരികതയുമുണ്ട്, അതിൻ്റേതായ ഒരു ഒഴുക്കും സംഗീതവുമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകും. എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സുപ്രധാനമായ പ്രശ്നത്തോട് ഏറ്റവും കൃത്യമായും കേന്ദ്രീകൃതമായും പ്രതികരിക്കേണ്ട കടമയുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു റിസ്ക് എടുക്കുകയാണ്. നിങ്ങൾ എന്നോട് സഹകരിക്കണം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വിഷ്ണുവിനോടുള്ള സ്നേഹം വളരെ 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 അധികമായി വർദ്ധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതെന്തുകൊണ്ടാണ്, എൻ്റെ കാരണം എന്താണ്, ഞാൻ വളരെ ഹ്രസ്വമായി മാത്രമേ സൂചിപ്പിക്കാൻ സമയം അനുവദിക്കുകയുള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാരണം, അദ്ദേഹം സത്യസന്ധമായ ഒരു അവതരണമാണ്. സ്വന്തം അനുഭവത്തിൻ്റെ സത്യസന്ധതയിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്ന ഒരു സമീപനം, ഒരാത്മധൈര്യം ഈ കാലത്ത് വളരെ വിരളമാണ്. എല്ലാവരും വളരെ ഭക്തിപുളരമായി നടിക്കും. അത് ഒരു സ്റ്റൈലാണ്. മറ്റൊരു സ്റ്റൈലാണ്, അതിനേക്കാൾ കുറഞ്ഞൊരു തോതിൽ ആളുകൾ നിരീശ്വരവാദികളാണ്, യുക്തിവാദികളാണ് എന്ന് നടിക്കും. ഈ രണ്ട് കൂട്ടരെ പറ്റിയും എനിക്ക് തുല്യമായ ഒരു വിലയിരുത്തലാണ്. എന്നാൽ അതിൽ നിന്ന് വളരെ വളരെ അധികം മഹനീയമാണ്, അഭിലഷണീയമാണ്, ബഹുമാന അർഹമാണ് വിഷ്ണു എടുത്തിരിക്കുന്ന നിലപാട്. അദ്ദേഹം തൻ്റെ അവസ്ഥ സത്യസന്ധമായി അവതരിപ്പിക്കുകയും അതിനെപ്പറ്റി മറ്റുള്ളവർക്കുള്ള അഭിപ്രായം വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ മഹനീയമായ ഒരു നിലപാട് ഈ അടുത്ത കാലത്തൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നത് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. ഈ നിലപാടിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായ എല്ലാ തിരുമേനിമാരെക്കാളും, എല്ലാ പുരോഹിതന്മാരെക്കാളും, എല്ലാ ആത്മീയ ആചാര്യന്മാരെക്കാളും എനിക്ക് വിഷ്ണുവിനോട് സ്നേഹവും മാനസികമായ അടുപ്പവും തോന്നുന്നു. ഈ ഒരേ ഒരു കാരണം കൊണ്ട് തന്നെ. അത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് വിഷ്ണുവിനോട് ആദ്യമേ പറയാനുള്ളത്, വിഷ്ണു തൻ്റെ ജീവിത അനുഭവത്തിൽ കൂടെ അല്ലെങ്കിൽ ലോക യാഥാർത്ഥ്യങ്ങളെ പറ്റിയുള്ള തൻ്റെ ബോധ്യത്തിൽ കൂടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്ന്
പുറകോട്ട് വന്ന് മറ്റൊരവസ്ഥ പ്രാപിച്ചിരിക്കുന്നു. ആ സത്യസന്ധതയിൽ കൂടെ ഉദിക്കുന്ന അവിശ്വാസം എന്ന് പറയുന്ന അവസ്ഥ, അത് വാസ്തവത്തിൽ അവിശ്വാസമല്ല. അത് ഒരു പക്ഷേ അത് വേണ്ടതുപോലെ വെളിപ്പെട്ട് വരും. അത് അവിശ്വാസമല്ല, അത് വിശ്വാസത്തിലേക്കുള്ള ഒരു പ്രത്യേകമായ ഇടുങ്ങിയ പാതയാണ്. സ്ട്രെയിറ്റ് ആൻഡ് നാരോ റോഡ് ടു എ ബെറ്റർ എക്സ്പീരിയൻസ് ഓഫ് ഫെയ്ത്ത്. ഇത് ആയിരിക്കുമെന്ന് ഏറെ താമസിയാതെ ഞാൻ സ്നേഹിക്കുന്ന, വളരെ വിലമതിക്കുന്ന വിഷ്ണുവിന് ഇടയാകും എന്നതിനെപ്പറ്റി എനിക്ക് അല്പം പോലും സംശയമില്ല. ഞാൻ ഈ സമയത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഈ വീഡിയോയിൽ നടത്താൻ പോകുന്ന പ്രതികരണം മതത്തിൻ്റേതല്ല. ഞാൻ ഒരു മതത്തിൻ്റെയും പ്രതിനിധിയല്ല. മാത്രവുമല്ല, എനിക്ക് ദൈവത്തെ ന്യായീകരിക്കാനുള്ള ജോലി തന്നിട്ടില്ല. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്നതും എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, മതം എന്ന് പറയുന്ന മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന ഈ ഒരു ഘടകത്തെ അങ്ങ് ദൂരെ മാറ്റി വച്ചിട്ട് മനുഷ്യത്വത്തിൻ്റെ ഈ ഒരു താഴ്വരയിൽ സത്യം അന്വേഷിക്കുകയും സത്യസന്ധമായി ജീവിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും അതിൽ കൂടെ വിശ്വാസത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പുതിയ ചക്രവാളത്തിൻ്റെ ദർശനം പ്രാപിപ്പാനായി ദാഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒറ്റ വീഡിയോ കണ്ടതിൽ കൂടെ വിഷ്ണുവിനോടുള്ള സ്നേഹം ജനിക്കുകയും പെട്ടെന്ന് വളരുകയും ചെയ്ത് എന്ന് ഞാൻ സൂചിപ്പിക്കാം. രണ്ടാമതായിട്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തോട് എനിക്ക് വളരെ സ്നേഹം തോന്നുന്നത്? എൻ്റെ ആദ്യം പറഞ്ഞ അതിൻ്റെ സത്യസന്ധമായ നിലപാടും അവതരണവും തുറന്ന മനസ്സോടുകൂടെ മറ്റുള്ളവരുടെ അഭിപ്രായം അറിയാനുള്ള ഈ സന്നദ്ധതയും, ഇത് അതിമനോഹരമാണ്. ഇത് മതമേഖലയിൽ നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് സംരക്ഷകരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ദൈവത്തിൻ്റെ തൊഴിലാളികളെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവരിൽ ഇതിൻ്റെ കണിക നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല എന്ന് ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയട്ടെ. രണ്ടാമത്, വിഷ്ണു വാസുദേവൻ ഈ വീഡിയോയിൽ കൂടെ വളരെ കാതലായ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്നു. ആർക്കും ഒരിക്കലും അവഗണിക്കാൻ വയ്യാത്ത, ആരും ഒരിക്കലും ഒരു കാരണവശാലും അവഗണിക്കരുതാത്ത ഒരു കാതലായ പ്രശ്നം അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്താണ്? നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നിലവിലുള്ള മത കാഴ്ചപ്പാട്, ആചാരങ്ങൾ, മതജീവിതം തികച്ചും യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ്. ഇംഗ്ലീഷിൽ എസ്കേപ്പിസ്റ്റ് റിലിജിയോസിറ്റി എന്ന് പറയും. ജീവിത യാഥാർത്ഥ്യങ്ങളോട്, ലോകത്തിൻ്റെ അവസ്ഥകളോട് അതിൽ സ്ഥിതി ചെയ്യുന്ന പ്രശ്നങ്ങളോട് കണ്ണടച്ചുകൊണ്ട് ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് ഒന്നിലടുത്ത ജന്മത്തിലേക്ക് അല്ലെങ്കിൽ വരുവാനുള്ള ലോകത്തിലേക്ക് കണ്ണുപൊട്ടന്മാരെ പോലെ നടന്നു പോകുവാൻ മാത്രം നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഈ മതം, സംഘടിതമായ മതം എന്നത് എനിക്ക് വ്യക്തമായി തിരിച്ചറിയാം. ഈ അന്വേഷണ പരമ്പരയിൽ പങ്കെടുത്തിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കും എന്നത് എൻ്റെ ഒരു പ്രത്യാശയാണ്. അപ്പോൾ നമുക്ക് നമ്മോട് തന്നെ, ഇപ്പോൾ വിഷ്ണു വാസുദേവൻ ഉന്നയിച്ച ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അതെന്താണ്? നമ്മുടെ മത ആചാരങ്ങൾ, നമ്മുടെ മതജീവിതത്തിൻ്റെ ആകത്തുക നമ്മുടെ ആചാരങ്ങൾ മാത്രമാണെന്ന് ഞാൻ പ്രത്യേകമായി എടുത്ത് പറയണ്ടല്ലോ. നമ്മുടെ ഈ മത ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആകത്തുക, അത് നാം ജീവിക്കുന്ന ഈ ലോക യാഥാർത്ഥ്യങ്ങളുമായി എന്തെങ്കിലും ബന്ധമുള്ളതാണോ? Is there any connection between the substance of our escapist religiosity and the realities of the world? ഇത് വളരെ 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 നാം ചിന്തിക്കേണ്ട, വളരെ കേന്ദ്രീകൃതമായി കോൺസെൻട്രേറ്റഡായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. അതിന് മതങ്ങൾ ഉത്തരം പറയും, അയ്യോ അങ്ങനെ ചെയ്യരുത്, ചെയ്താൽ പോയി.
ലോകത്തിലേക്ക് നിങ്ങളുടെ കണ്ണ് തിരിക്കരുത്. പക്ഷേ ലോകത്തിൻ്റെ നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ടാണ് മതസംരക്ഷകർ ഇങ്ങനെ കുമ്പവിറുപ്പിച്ചിരിക്കുന്നത്. അതൊരു മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ലോക യാഥാർത്ഥ്യങ്ങളെ ശ്രദ്ധിക്കാതെ അതിൻ്റെ നേരെ കണ്ണടച്ചുകൊണ്ട് ഏതാണ്ട് സ്വപ്നത്തിൽ എന്ന വണ്ണം അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചവരെ പോലെ ജീവിതം മുഴുവൻ നടന്നു പോകണം എന്ന് ജനങ്ങളെ നിർബന്ധിക്കുന്ന മതസംവിധാനങ്ങൾ, അതിൻ്റെ താല്പര്യങ്ങൾ എന്താണ്? ഈ അടുത്തിടെ ഒരു കത്തോലിക്ക പള്ളിയിൽ ഓസ്തിയിൽ യേശുവിന് മുഖം തെളിഞ്ഞു. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തതാണ്. അത് വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കത്തോലിക്ക അച്ഛൻ കർത്താവിനോട് കഥ പറയുന്ന കല്ലുകൾ കണ്ടുപിടിച്ചു. ലോക യാഥാർത്ഥ്യങ്ങളുമായിട്ട് പുലബന്ധമില്ലാത്ത ഇപ്രകാരമുള്ള ചവിട്ട് നാടകങ്ങൾ മാത്രമാണ് മതമേഖലയിൽ ഏറ്റവും വിലയുള്ളതായി എടുത്തു കാട്ടുന്നത്. ഇങ്ങനെ വിഷ്ണു വാസുദേവനെ പോലെ സത്യസന്ധമായ ജീവിത യാഥാർത്ഥ്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവബോധത്തെ തിരിച്ചറിയുവാൻ തത്രപ്പെടുന്ന ഒരു വിദൂരമായ ചിന്ത പോലും നാം അനുവർത്തിക്കുന്ന മതജീവിതത്തിലില്ല എന്ന് ക്രിസ്ത്യാനികളെങ്കിലും തിരിച്ചറിയേണ്ട കാലം വളരെ വൈകിയിരിക്കുന്നു. ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ടൊന്ന് സ്പർശിച്ച് മാത്രം മുൻപോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് വിഷ്ണു വാസുദേവൻ്റെ അവതരണത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും വിഷ്ണുവിനോട് എനിക്ക് സഹോദര തുല്യമായ ഒരു സ്നേഹവും വാത്സല്യവും അനുഭവപ്പെടുന്നത് എന്ന് ഞാൻ പറയുകയാണ്. മൂന്നാമതായിട്ട് ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, വിഷ്ണുവിൽ ഞാൻ കാണുന്നത് സത്യത്തെ അന്വേഷിക്കുവാനുള്ള ഒരു ആഴമേറിയ ദാഹമാണ്. തൻ്റെ പിടിയിൽ ഒതുങ്ങാതെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന സത്യം, ദ ട്രൂത്ത് ദാറ്റ് ഹാസ് എല്യൂഡഡ് ഹിം, ദാറ്റ് മേ ഹാവ് എല്യൂഡഡ് ഹിം. താൻ ശാസ്ത്രജ്ഞനാണ്, വളരെ അറിവുള്ള വ്യക്തിയാണ്, അധ്യാപകനാണ്, ചിന്തകനാണ്. എന്നിട്ടും എൻ്റെ ചിന്തയുടെ പരിധിയിൽപ്പെടാത്ത അതിനപ്പുറത്ത് നിൽക്കുന്ന സത്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ, അത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നെ അറിയിക്കണം എന്ന ഒരു അഭ്യർത്ഥന ഒരു മനുഷ്യൻ നടത്തുമ്പോൾ അവൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. അവൻ്റെ ഉള്ളിൽ ദൈവം എന്ന ഒരു യാഥാർത്ഥ്യം ഉദയസൂര്യനെ പോലെ മനോഹരമായി സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എൻ്റെ സഹോദര തുല്യമായി ഞാനിപ്പോൾ വിഷ്ണു വാസുദേവനെ ഒരു സ്ഥലത്തും എൻ്റെ വലതുഭാഗത്തും മറുഭാഷ കുരച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്റർ എൻ്റെ ഇടതുവശം അടുത്തടുത്ത് നിർത്തി പരിശോധിച്ചാൽ ആർക്കാണ് ആത്മീയതയുള്ളതായി എനിക്ക് ബോധ്യപ്പെടുന്നത്, ആർക്കാണ് ദൈവത്തോട് അടുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്? തികച്ചും വിഷ്ണു വാസുദേവനായിരിക്കും. അതിന് യാതൊരു സംശയമില്ല, പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് വിഷ്ണു വാസുദേവനായതിൽ ഞാൻ അധികമായി സന്തോഷിക്കുന്നു. എനിക്ക് വിഷ്ണുവിൽ നിന്ന് ചില കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതിലുള്ള അദ്ദേഹത്തോടുള്ള എൻ്റെ ഈ ഇളയ ആത്മീയ സഹോദരനായ വിഷ്ണു വാസുദേവനോടുള്ള എൻ്റെ നന്ദി, എൻ്റെ കൃതജ്ഞത, എൻ്റെ സ്നേഹം, എൻ്റെ വാത്സല്യം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പിന്നെ ഈ വീഡിയോയിൽ കൂടെ അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നം എന്താണ്? സുപ്രധാനമായ പ്രശ്നം. ആ പ്രശ്നം ദൈവമുണ്ടോ ഇല്ലയോ എന്നതല്ല. അത് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഭാഗത്ത് തന്നെ വ്യക്തമാണ്. ദൈവമുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷ്ണു വാസുദേവൻ ഉന്നയിക്കുന്ന ചോദ്യം. അദ്ദേഹം പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എനിക്കൊരു കാര്യം അറിയാം. ശാസ്ത്രത്തിൻ്റെ വഴിയിൽ കൂടെ പോയിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദൈവമുണ്ട് എന്നോ ഇല്ല എന്നോ തെളിയിക്കാൻ സാധ്യമല്ല. അത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ നിലപാടാണ്. അതിനോട് ഞാൻ 100% യോജിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ഉപാധികളും അറിവുകളും മാർഗങ്ങളും ഉപയോഗിച്ച് ദൈവമുണ്ടോ എന്നോ ദൈവമില്ല എന്നോ തെളിയിക്കുവാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറയുന്നത് 100% സത്യമാണ്, അതുപോലെ സ്വീകാര്യമാണ്. അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നം എന്താണ്? നാം അറിയുന്ന ദൈവത്തെപ്പറ്റി നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്. അദ്ദേഹം ദൈവത്തിൻ്റെ വിവിധ പ്രത്യേകതകളെപ്പറ്റി 10ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമ്പോൾ അദ്ദേഹം പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ അസംബ്ലിയിൽ കൂടെ പറഞ്ഞ പ്രസ്താവനയിലാണ് ദൈവത്തിൻ്റെ വിവിധ ഗുണവിശേഷങ്ങൾ. ദൈവം ഓംനി പൊട്ടൻ്റാണ്, ഓംനി പ്രസൻ്റാണ്, ഓൾ ബെനവലൻ്റാണ്, ഇങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് അത് വെച്ച്
ലോക യാഥാർത്ഥ്യങ്ങളെ അളക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ടാകുന്നു. എന്നാൽ ദൈവം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊരു പറഞ്ഞു. അത് അസംബ്ലി കഴിഞ്ഞപ്പോൾ മറന്നുപോയി. ലോക യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണ്, അതും അസംബ്ലിയിൽ കേട്ട അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സ്വഭാവമായി നാം ഘടിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഈ മതപുരോഹിതന്മാർക്കും നേതാക്കന്മാർക്കും ആചാര്യന്മാർക്കും ഒരു പ്രശ്നവുമില്ലാത്തത്. അവർ ദൈവത്തെ ഒരു മൂലയിൽ ഇരുത്തിയിരിക്കുന്നു. ലോക യാഥാർത്ഥ്യങ്ങളുമായി അവർക്ക് ബന്ധമില്ല. പിന്നെ അവർക്കെന്താണ് പ്രശ്നം? പ്രശ്നം നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾക്കാണ്. ലോക യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുവാനായി വിധിക്കപ്പെട്ട നമ്മളെപ്പോലെയുള്ളവർക്കാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ഒരു വലിയ മതാചാര്യനേക്കാൾ എനിക്ക് ആത്മീയമായ അടുപ്പം തോന്നുന്നു വിഷ്ണു വാസുദേവനോടാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ എനിക്ക് ആദ്യമായി വിഷ്ണുവിനോട് പറയാനുള്ളത്, താങ്കൾ ഉയർത്തിയിരിക്കുന്ന ഈ ചോദ്യം, ദൈവം നമ്മുടെ ആരാധനയ്ക്ക് അർഹനാണോ അല്ലയോ എന്ന ചോദ്യം എല്ലാ മനുഷ്യരുടെയും പരിഗണനയ്ക്ക് അർഹതയുള്ളതാണ്. ഇറ്റ്സ് എ വേർത്തി ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വേർത്തി ക്വസ്റ്റ്യൻ അബൌട്ട് ദ വർത്ത് ഓഫ് ഗോഡ്. ദൈവം ആരാധ്യനാണോ എന്ന് താങ്കൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യം ആരാധനയ്ക്ക് അർഹതയാണ്, ബഹുമാനം അർഹിക്കുന്നതാണ്. അതെനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അത് വളരെ വളരെ ആവശ്യമാണ്. എനിക്ക് ഇനിയും ഇതിനെപ്പറ്റി പറയാനുള്ളത്, സമയം ഇപ്പോൾ തന്നെ 21 മിനിറ്റ് ആയപ്പോൾ ഇത് 2 വീഡിയോയിൽ കൂടെ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ ആകെയുള്ളൂ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് സൂക്ഷ്മം 30 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടെ പങ്കിടുകയും ചെയ്യുന്നതാണ്. എനിക്കിവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവം മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ചൂളിപ്പോകുന്ന വ്യക്തിയല്ല. ചോദ്യങ്ങൾ ചോദിക്കുവാനും സത്യം അന്വേഷിക്കുവാനും നിലവിലുള്ള സങ്കല്പങ്ങളെ അതിജീവിച്ച് സത്യങ്ങളുടെ പുതിയ മാനങ്ങൾ കണ്ടെത്തുവാനും ദൈവം മനുഷ്യർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്, സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ ദൈവം ഞെട്ടിവിറച്ച് കോപിച്ച് തിരിച്ചടി ഒന്നും ചെയ്യത്തില്ല എന്ന് ഞാൻ ദയവായി ഏവരെയും അറിയിച്ചു കൊള്ളട്ടെ. അത് വളരെ കൃത്യമായി സമ്പാദിക്കുന്നൊരു പുസ്തകം പഴയ നിയമത്തിലുണ്ട്, ബുക്ക് ഓഫ് യോബിൻ്റെ പുസ്തകം എന്ന് പറയും. സമയമുള്ളത് വായിക്കാം. എല്ലാവരും വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വളരെ സങ്കീർണമായൊരു പുസ്തകമാണ്. അതിനകത്ത് ഒരു മനുഷ്യൻ നിരന്തരമായ ദൈവത്തിൻ്റെ വഴികളെ ചോദ്യം ചെയ്യുകയാണ്. ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും നീതിമാനെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഈ ഇയ്യോബ് ചെയ്യുന്നത് എന്താണ്? ആദ്യം മുതൽ അവസാനം വരെ തൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തിൻ്റെ നീതിബോധത്തെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ വിഷ്ണു വാസുദേവ് വാസ്തവത്തിൽ വായിക്കേണ്ടത് ആ പുസ്തകമാണ്. തന്നെപ്പോലെ തന്നെ വേറൊരു വ്യക്തി പണ്ട് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഇയ്യോബ് ആണ്. ഇപ്പോൾ വിഷ്ണു വാസുദേവ് വേറൊരു മതത്തിൻ്റെ പശ്ചാത്തലമാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ ചിന്തിക്കുന്ന ഇയ്യോബിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ ഇത് വാസ്തവത്തിൽ ദൈവം ഏറ്റവും വെറുക്കുന്നത് ആരെയാണ്? ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അല്ല, അല്ലെങ്കിൽ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരെ അല്ല. അവരെ ദൈവത്തിന് സഹിക്കാൻ എളുപ്പമാണ്. അവരെ സ്നേഹിക്കാൻ ദൈവത്തിന് എളുപ്പമാണ്. ദൈവത്തിന് ഒട്ടും സഹിക്കാൻ വയ്യാത്തത് ദൈവത്തിൻ്റെ സംരക്ഷകരായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചില ആളുകളെയാണ്. അവരാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ അപമാനം വരുത്തുന്നതും ദൈവത്തിൻ്റെ പൊതുവായ പ്രതിഭാസത്തെ ഏറ്റവും വികൃതമാക്കുന്നത് ദൈവത്തെ സംരക്ഷിക്കാനായി ഇറങ്ങി നടക്കുന്ന ആളുകളാണ്. അതും വലിയ വിഷയമാണ്, വിശദമായി പ്രതിപാദിപ്പാൻ സമയം അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള എൻ്റെ പ്രതികരണം ഞാൻ ഇനിയും ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ സമയം 24 മിനിറ്റിനോടടുക്കുന്നത് കൊണ്ട് ഇത് പ്രതികരണത്തിൻ്റെ കാതലായ ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ക്ഷമ കൂടുതൽ പരിശോധിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ മുഴുവനും ഇതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അടുത്ത അരമണിക്കൂറെങ്കിലും ആവശ്യമാണ്. അത് അനാവശ്യമായി പോകും. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ ഒരുമിച്ചുള്ള പരിഗണന, ചിന്ത, അന്വേഷണം ഇവിടെ ഉപസംഹരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ഞാൻ വീണ്ടും പറയട്ടെ, വിഷ്ണു വാസുദേവ് എന്ന് പറയുന്ന ഈ യുവ ശാസ്ത്രജ്ഞൻ, അധ്യാപകൻ, അന്വേഷകൻ വെളിപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ജീവിത യാഥാർത്ഥ്യം ആത്മീയതയിൽ സുപ്രധാനമായ പങ്ക് അല്ലെങ്കിൽ സ്ഥാനം അർഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് കേന്ദ്രീകരിച്ച് നാം ചിന്തിക്കുവാൻ ഇടയാകുന്നത്.
ഇങ്ങനെയുള്ള വ്യക്തികൾ അവരറിയുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തോട് അടുത്തവരാണ്. അതേസമയം തന്നെ ദൈവത്തെ നാക്കിൻ്റെ തുമ്പിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ, അല്ല ദൈവത്തെ പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ, ദൈവത്തെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ആളുകൾ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. എട്ടും പൊട്ടും അറിയാൻ വയ്യാത്തവരാണ്. അവർ കപടഭക്തിക്കാരാണ്, നാടകക്കാരാണ്. അവർ ലാഭേച്ഛ കൊണ്ട് മാത്രം, അത്യാർത്തി കൊണ്ട് മാത്രം, ഉദരപൂർണത്തിന് വേണ്ടി മാത്രം ഈ മേഖലയിൽ തൊഴിലാളികളായി നിൽക്കുന്നവരാണ്. അവരിൽ നിന്ന് നിങ്ങൾ യാതൊരു ഉത്തരവും ദയവായി പ്രതീക്ഷിക്കരുത് എന്ന് ഒരിക്കൽ കൂടെ ഒരു താക്കീതെന്ന പോലെ എന്ന് വേണേൽ വെച്ചു സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ അന്വേഷണം അടുത്ത വീഡിയോയിൽ കൂടെ തുടരുന്നതാണ്. ഏവർക്കും നമസ്കാരം.